നല്ല അധ്യാപകരാരാ. ഞങ്ങൾ മാഷന്മാർ പറയുന്നു മാഷന്മാരൊക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് പിള്ളേർ നേരം വന്നേ. ഒന്നുമല്ല, അങ്ങനെയുള്ള തെറ്റിദ്ധാരണ വേണ്ട. മാഷന്മാരാവാനിരിക്കുന്നവർക്കും അറിയാം. മാഷന്മാർ അറിവിൻ്റെ 100% അറിവിൻ്റെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് 1/4 അവസാനത്തെ അതേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലൊന്നും ഒരു ഗുരുനാഥന് ലോകത്തുന്നവർ ഒരു ഗുരുനാഥയും ഇന്നോളം കൊടുത്തിട്ടില്ല. ആചാര്യാത് പാദമാദത്തെ, പാദം ശിഷ്യ സ്വമേധയാ, പാദം സബ്രഹ്മചാരിഭ്യ, പാദം കാലക്രമേണ. കാലം കൊണ്ടാണ് യഥാർത്ഥ അറിവുകൾ ഉണ്ടാകുന്നത്. സ്നേഹത്തെ സംബന്ധിച്ച അറിവും കേരളത്തിലെ പെൺകിടാങ്ങൾ അങ്ങനെ സ്വതന്ത്രമായ സ്നേഹത്തിന് വേണ്ടി ഇറങ്ങി നടന്ന ചരിത്രമുണ്ട്. ആശാന്റെ നായികമാരൊക്കെ അങ്ങനെ പോയതാണ്. MA ക്ലാസ്സിലെ MG കോളേജിലെ പെൺകുട്ടികളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ടീച്ചറെ നളിനിക്ക് എന്താ വട്ടുണ്ടോ? വളരെ ബാല്യകാലത്ത് എങ്ങാനും ഉണ്ടായ ഒരു കേവലമായ ആർക്കും അറിയാത്ത ഒരു കൂട്ട്. ആർക്കാ? നളിനിക്ക് മാത്രം ഉണ്ടായൊരു കൂട്ട്. ഏകപക്ഷീയമാണ്. നളിനിക്ക് മാത്രം തോന്നിയതാണ് ദിവാകരൻ എന്നോട് നല്ല ഇഷ്ടമാണെന്ന് കുട്ടിയായിരുന്നപ്പോൾ തോന്നിയ ഒരു ഇഷ്ടം. എന്നിട്ട് പോയതെങ്ങനെ? എൻ്റെ ഏകധനം അങ്ങ് എന്ന് പറഞ്ഞിട്ട് എവിടേക്ക് പോയി? കേരളത്തിലെ ഒരു പെൺകിടാവ് അങ്ങ് ഹിമാലയത്തോളം പോയി. വർഷം ഏതാന്ന് കണ്ടോളൂ. 1900 ആദ്യകാലത്ത് അങ്ങനെ ഒരു പെൺകിടാവിനെ കൊണ്ടുപോകാൻ ആശാന് സാധിച്ചു, കുമാരനാശാന് സാധിച്ചു. പറഞ്ഞു വെക്കുന്നത്, നളിനിയും മോക്ഷമെന്ന് കരുതിയിരുന്നത് എന്തിനെയാ? ആരിലൂടെയാ? ദിവാകരനിലൂടെയാണ്. ലീലയും മോക്ഷമെന്ന് കരുതിയത് ദിവാകരനിലൂടെയാണ്. ഇക്കാലത്തെ പെൺകിടാങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏത് സ്നേഹവും ഏത് പ്രണയവും സ്നേഹത്തിന്റെ ഒരു രൂപമാണത്. ഏതും ക്രമാൽ മാത്രമാണ് ബലമായി വരുന്നത്. അത് പൊടുന്നനെ കണ്ടിട്ട് എന്ന് കരുതി ഒരു പ്രണയവും വിശ്വാസമില്ലാത്തതാണ് എന്നും ധരിക്കണ്ട, എന്നും കരുതണ്ട. പക്ഷേ അത് ക്രമാൽ ബലമായി വരുന്നതാണ്. ആ ക്രമാൽ ബലമായി വരുന്നതിന് മാത്രമേ അഴകുണ്ടാവുള്ളൂ. അതാണ് അഴക്, അതേ സത്യവും. അല്ലാതെ പൊടുന്നനെ വരുന്ന എന്ത് തരം ഇഷ്ടത്തെയും ഒരു നിരൂപക ബുദ്ധിയാ. എല്ലാത്തിനെയും സംശയത്തോടെ കാണാനല്ല പറഞ്ഞത്, മറിച്ച് അവരവരെ സ്വന്തം അവരുടെ വ്യക്തിത്വത്തെ, ഇന്റഗ്രിറ്റിയെ എന്ന് കരുതി പ്രണയിക്കാനൊന്നും മറന്നും പോരുത് കേട്ടോ. ഞങ്ങളുടെയൊക്കെ തലമുറ ഇപ്പോൾ വിപ്ലവം വരും, അതുകൊണ്ട് പ്രണയിക്കരുതെന്ന് വിചാരിച്ചിരുന്ന ആളുകളാണ്. വിപ്ലവകാരി പ്രണയിക്കാമോ എന്ന് വിചാരിച്ച ആളാണ് ഞാൻ. കൊച്ചോനൊക്കെ അറിയാം, ജയപ്രകാശിനൊക്കെ അറിയാം. അതുകൊണ്ട് പ്രണയമൊക്കെ നമ്മൾ മാറ്റിവെച്ചു. വിപ്ലവം വരട്ടെ എന്നാണ് നമ്മളൊക്കെ കരുതിയിരുന്നത്. വിപ്ലവം വന്നിട്ട് പ്രണയിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് പ്രായം കഴിഞ്ഞു പോയി. അതുകൊണ്ട് പ്രണയം മോശമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഒരു 100% അവർ 85 വെച്ചിട്ട് ഒരു 5% അവരവരുടെ ഹൃദയവും അവരവരുടെ ഉള്ളും അവരവരുടെ ഉള്ളിലെ വെളിച്ചവും. അലക്സാണ്ടർ ലോകമൊക്കെ കീഴടക്കിയിട്ട് തിരിച്ച് നാട്ടിലെത്തി കൊട്ടാരത്തിലെത്തി. അപ്പോൾ ഉണ്ട് ജ്ഞാനവൃദ്ധനായിട്ടുള്ള ഡയോജനസ് അവിടെ ഇരിക്കുക. എല്ലായ്പ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡയോജനസ്, റാന്തൽ എന്ന സങ്കല്പം മനുഷ്യർക്ക് സമ്മാനിച്ച ഡയോജനസ് അവിടെ ഇരിക്കുക. അദ്ദേഹം എല്ലാവർക്കും വേണമെന്നൊക്കെ കൊടുത്തു. കൊട്ടാരത്തിലെത്തിയിട്ട് പരിചാരകന്മാരെയൊക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണം എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഡയോജനസിനെ കണ്ടിട്ട് തൊഴുതിട്ട് ചോദിച്ചു, അങ്ങേക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ വലിയ കമാനമുള്ള നീല ഷെയ്ഡുള്ള ഗ്ലാസ്സിൽ വരുന്ന വെളിച്ചം നോക്കി ലെൻസ് വെച്ച് ഏതോ താളിയോലകളിലോ ഏതോ ലോഹ തകിടുകളിലോ എഴുതിയിരിക്കുന്ന മഹാ ആശയങ്ങളുടെ സൂക്ഷ്മതയിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്ന ഒരാളിൻ്റെ മുമ്പ് ചെന്ന് ആജാനുബാഹുവായ ഒരുവൻ പറയുന്നു, അങ്ങേക്ക് എന്താ വേണ്ടത് മഹാഗുരു, അങ്ങേക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ലേശം ഒന്ന് മാറി നിന്നാൽ മതി എന്ന് പറഞ്ഞു. എന്താ? സൂര്യവെളിച്ചം, ഇടതടവില്ലാത്ത സൂര്യവെളിച്ചം പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി വരുമ്പോൾ, ബാങ്ക് വിളി ലോകത്തെല്ലാവർക്കും വേണ്ടി വരുമ്പോൾ അത് എനിക്ക് കൂടിയാണെന്ന് തോന്നത്തക്ക വിധത്തിലേക്ക് ഇവള് മാറുമ്പോൾ, ഈ പെൺകിടാവ് മാറുമ്പോൾ, സൂര്യവെളിച്ചം മറയ്ക്കാതെ അങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് പറഞ്ഞതാണ് സമകാലത്തെ പെൺകുട്ടികൾക്ക് ആരോടൊക്കെ പറയാനുള്ളത്? എല്ലാത്തരം അധികാരഘടനയോടും ആണധികാരത്തിന്റെ എല്ലാത്തരം രൂപങ്ങളോടും ഇന്നത്തെ പെൺകിടാവ് പറയേണ്ടത്, ലേശം അങ്ങോട്ട് മാറി നിൽക്കൂ, സൂര്യവെളിച്ചം നിങ്ങൾക്ക് കിട്ടേണ്ടതുപോലെ ഞങ്ങൾക്കും കിട്ടേണ്ടതാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം, സ്വന്തം ഇടം, ആത്മാഭിമാനമുള്ളവരാവുക, നെഞ്ച് ഉറപ്പ് അകത്ത് തന്നെ ഉണ്ടാവുക. ഇവിടെ ഞാനുമുണ്ട്, എൻ്റെ തൂവൽ ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവ് പി രാമേന്ദ്രൻ മനോഹരമായൊരു കവിതയിൽ എഴുതുന്നു. അടയിരുന്നതിൻ്റെ ചൂട് മാത്രം മതി എന്ന് പറയും. അങ്ങനെ ബോൺ ക്രിയേറ്റിവിറ്റി ഉള്ള, സർഗാത്മകത ഇൻബോൺ ആയിട്ടുള്ള ഒരു അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ ഉള്ള ഉത്തരവാദിത്തമുള്ള, അതൊക്കെ മാറും. ഇനിയിപ്പോൾ ജീനോം തെറാപ്പിയിലും ജീനോം റിസർച്ചൊക്കെ മാറിക്കഴിയുമ്പോൾ ഈ അമ്മയാവുക ഏറ്റവും വലിയ അടിയാതാണല്ലോ. ഏറ്റവും വലിയ ഒതുക്കലിൻ്റെ ആയുധം അതാണ്. ഭയങ്കര ആയുധമാണ്. ഞാൻ സൂക്ഷ്മതകളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ രണ്ടാനമ്മ വലിയ മോശപ്പെട്ട ആളായി മാറിയത്. അമ്മ തന്നെ ആയിരിക്കണം. രണ്ടാനമ്മ പോലും ആയാൽ
അമ്മയുടെ 9 മാസവും 10 ദിവസവും മാത്രമൊന്നും അല്ല, ബാക്കി ജീവിതകാലം. രമാകാന്തൻ, കിളിമാനൂർ രമാകാന്തൻ എന്ന കവി ഞങ്ങളുടെ അധ്യാപകനായിരുന്നു. ഞങ്ങൾ എമ്മയ്ക്ക് പഠിക്കുമ്പോൾ ഞങ്ങളോട് പറയും, നല്ല എഴുത്തൊക്കെയുള്ള കാലമാണ് എനിക്കൊക്കെ അന്ന്. അപ്പോൾ നമ്മളോട് പറയും, ഒലിനെ ഒരു കാര്യം ഓർത്തോളൂ, കല്യാണം കഴിച്ചൊക്കെ കഴിയുമ്പോൾ 2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ 20 കൊല്ലം അങ്ങോട്ട് മാറ്റി വെച്ചോളൂ എന്ന് പറയും. കേരളത്തിലെ പ്രഗത്ഭരായ എല്ലാ എഴുത്തുകാരികളും എന്തുകൊണ്ടാണ് 40 വയസ്സിൽ പിന്നീട് എഴുതി തുടങ്ങിയത്? കേരളത്തിലല്ല, ലോകത്തെല്ലായിടും ഉള്ളവരെ അന്വേഷിച്ച് നോക്കിയാൽ മതി. റൂം ഫോർ വൺ സോൺ പറഞ്ഞതേ നമ്മളിപ്പോൾ പറയൂ. അവർ പറഞ്ഞിട്ടുണ്ട്, അവരോട് ചോദിച്ചു, അന്നത്തെ മഹാ എഴുത്തുകാർ ഭയങ്കരമായിട്ട് കോൺഫ്ലിക്റ്റ് ആയിരുന്നു അവരോട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഒരു ഫിലോസഫർ ഉണ്ടാകാത്തത് നിങ്ങളുടെ ഇടയിൽ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആദ്യം ഞങ്ങളെ മനുഷ്യരായി ജീവിക്കാൻ അനുവദിക്കൂ. ഞങ്ങൾ നല്ല മനുഷ്യരാകുമ്പോൾ, പൂർണ്ണമായും മനുഷ്യാവസ്ഥയിലെത്തുമ്പോൾ ഞങ്ങളുടെ തത്വചിന്ത ഉണരും. തത്വചിന്തയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് ഈ ലോകത്തോടെല്ലാം എപ്പോഴും പലപ്പോഴും തോന്നാറുണ്ട്, ഈ ജീവിതകാലത്തെ അനുഭവങ്ങളിൽ നിന്നും ഇടപെടലുകളിൽ നിന്നും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു അവസരവും ആരും ഇങ്ങോട്ട് കൊണ്ടുതരുമെന്ന് വിചാരിക്കരുത്. നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഞാനൊക്കെ വഴക്കാളിയാണ് കേട്ടോ, ഞാനൊക്കെ വഴക്കാളിയാണ്. സർവകലാശാലയിൽ സെനറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ഞാനൊക്കെ സംഘടനയിൽ നേതാവായി തുടങ്ങിയ കാലം തൊട്ട് തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നു. 68 കേരള സർവകലാശാല സ്ഥാപിക്കുമ്പോൾ മുതൽ സെനറ്റ് തെരഞ്ഞെടുപ്പുണ്ട്. എല്ലാ സെനറ്റ് തെരഞ്ഞെടുപ്പിലും സ്ത്രീകളെ ഒരാളെ നിർത്തും. എയ്ഡഡ് കോളേജിൽ നിന്ന് 16 സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ ഉണ്ടാവും. എന്തിനാ? വേറെ 2 ആൾക്ക് ജയിക്കാൻ. ഇതിനെ തോപ്പിച്ചിട്ട് വേണം വേറെ 2 ആൾക്ക് ജയിക്കാൻ. നമ്മുടെ സന്ദർഭം വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല, അവിടെ നേരിട്ട് ഇടപെടണം. ഇടപെടാൻ പറ്റുന്ന സന്ദർഭങ്ങൾ നേരിട്ട് ഇടപെടണം. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല.